പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ആ ഭാഗത്ത് അതായത് ഒരു ഭാഗത്ത് ബാരിക്കേഡ് കിട്ടിയ ഒരു ഭാഗത്തെ ബാരിക്കേഡ് പ്രവർത്തകർ വലിച്ച് പൊട്ടിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. അവിടുത്തെ കയർ പ്രവർത്തകർ അഴിച്ചിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആ വാഹനത്തിൻ്റെ തകരാറുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളം ചുറ്റുന്ന വെള്ളം മുകളിലേക്കാണ് പോകുന്നത്. വാഹനത്തിന് തകരാറുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തെ ബാരിക്കേഡ് അവർ വലിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ ഓടിക്കാനുള്ള ഒരു നീക്കമാണ്. ഇതിനെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രതിഷേധക്കാരെ അടിക്കരുത് എന്നൊരു നിർദ്ദേശം ഇന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം ഒരു ഭാഗത്തേക്ക് ഈ ബാരിക്കേഡ് പ്രവർത്തകരൊക്കെ തന്നെ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ചില പ്രവർത്തകർ മതിലിന് മുകളിലുള്ള താഴേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇതാ ബാരിക്കേഡ് തള്ളിമറിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തുന്നത്. ഇന്നലെ മൻസൂർ ആശുപത്രിയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പോലീസ് SFI പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ച് ആണ് ഇന്നിപ്പോൾ മാർച്ച്. ഒപ്പം ഈ അന്വേഷണം, അതായത് മൻസൂർ ആശുപത്രിയിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം അത് കാര്യക്ഷമമായി പോലീസ് അന്വേഷിക്കുക എന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികളുമായി ഡിവൈഎസ്പി നടത്തിയ ചർച്ച അത് പരാജയമാണെന്നാണ് ഡിവൈഎഫ്ഐയുടെ വാദം. അതിന് കാരണമായി അവർ പറയുന്നത് മൻസൂർ ആശുപത്രി മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ SK ഈ ബാരിക്കേഡ് തള്ളിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഇത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസാണ്. ആ ഭാഗത്ത് ഈ പഴയ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതിലെ ഒരു ടിപ്പർ ലോറിയിലാണ് ഈ ബാരിക്കേഡ് കയർ വെച്ച് വലിച്ചു കെട്ടിയത്. ആ കയർ അഴിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടത്തുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഒരു സംഘർഷത്തിന് മുതിരുന്നില്ല. കാരണം ഇന്നലെ തന്നെ മൻസൂർ ആശുപത്രിയിലേക്ക് നടന്ന മാർച്ച് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും മാർച്ച് നടത്തിയപ്പോഴും പോലീസ് അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ താഴേക്ക് വീണിരിക്കുകയാണ്. മതിലിന് മുകളിലാണ് പ്രവർത്തകരുണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് SK തോന്നുന്നത്. പ്രവർത്തകർ ഈ മതിലിന് മുകളിൽ നിന്ന്, അതായത് ഈ ടിപ്പർ ലോറിയിൽ കെട്ടിവെച്ച കയർ അഴിക്കുന്നതിനിടയിൽ മതിലിന് മുകളിൽ നിന്ന് പ്രവർത്തകർ താഴേക്ക് തലകീഴായി വീണിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് SK നമുക്ക് മനസ്സിലാവുന്നത്. ബാരിക്കേഡിൻ്റെ ഒരു വശം ഈ ഡിവൈഎസ്പി പ്രവർത്തകർ അത് വലിച്ച് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നീക്കം നടത്തുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്നത് ആദ്യവട്ടം ജലപീരങ്കിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ്.
തുടരുകയാണ്. കാര്യമായ സുരക്ഷ പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ബേക്കൽ ഡിവൈഎസ്പി, അതുപോലെ തന്നെ ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉത്തം ദാസ് എന്നിവരാണ് ഇപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് ക്യാമ്പിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് സിവിൽ സ്റ്റേഷൻ പരിസരത്തും അതുപോലെ തന്നെ ഈ ഡിവൈഎസ്പി ഓഫീസിന്റെ പരിസരത്തും ഈ ബാരിക്കേഡിന് സമീപത്തുമായാണ് ഈ പോലീസുകാർ നിലയുറപ്പിച്ചത്. അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. ചെറിയ തോതിലൊരു അയവ് വന്നിട്ടുണ്ട്. അതായത് ബാരിക്കേഡ് തള്ളിമറിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ നീക്കം വിജയിച്ചില്ല. പോലീസ് അത് ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ആ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഡിവൈഎസ്പിയും പോലീസുകാരും ഈ മാനേജ്മെന്റ് മൻസൂർ ആശുപത്രി മാനേജ്മെന്റിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഡിവൈഎഫ്ഐ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇന്നലെ നടത്തിയ ചർച്ചകളിൽ ഉൾപ്പെടെ അത് പ്രകടമായി എന്നും പറയുന്നുണ്ട്. ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി പോലീസ് ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നാണ് അവർ പ്രധാനമായും പറയുന്ന കാര്യം. അത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ, അതായത് 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനികളുമായി ചർച്ച നടത്തിയ സമയത്ത് ഈ കേസിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത്. അത് ആശുപത്രി മാനേജ്മെന്റ് നിർദ്ദേശാനുസരണമാണെന്നാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ വീണ്ടും ഡിവൈഎഫ്ഐ ഈ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വീണ്ടുമായി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ എന്തായാലും തയ്യാറായിട്ടില്ല. പോലീസും മർദ്ദന രീതിയിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ സംഘർഷത്തിന് ചെറിയ രീതിയിലുള്ളൊരു അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഘർഷത്തിലാക്കിയില്ല. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് സമീപത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് സമീപത്ത് നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. 2 പ്രവർത്തകർ മതിലിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ആ കയർ അഴിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. നേരത്തെ ഈ കയർ ആ ടിപ്പർ ലോറിയിൽ നിന്ന് അഴിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പ്രവർത്തകർ മതിലിന് അപ്പുറത്തേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ എന്തായാലും ഈ സംഘർഷത്തിന് ചെറിയ തോതിലുള്ളൊരു അയവുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ കുട്ടിയുടെ അമ്മ നൽകിയ പരാതി ഈ ഹോസ്റ്റൽ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഈ കുട്ടിക്ക് ശാരീരിക അവസ്ഥകളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ഹോസ്റ്റൽ റൂമിലേക്ക് തിരിച്ചെത്തി. ആ സമയം വൈകിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഹോസ്റ്റൽ വാർഡൻ പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞു. ആ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ സഹപാഠികളും സുഹൃത്തുക്കളും ഇന്നലെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ ബന്ധുവും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇതിപ്പോൾ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഈ മൻസൂർ ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ സഹപാഠികളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് 2 ആഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിയമപരമായ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ നടക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ പറയുന്ന കാര്യം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ മൻസൂർ ആശുപത്രിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയിരുന്നു. പീഡിപ്പിച്ച്
പറയണം